അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ജനത്തിന്റെ ദുഷ്ടത അങ്ങ് ക്ഷമിച്ചു. അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു. കോപമെല്ലാം അങ്ങ് ദൂരെ അകറ്റി. അങ്ങയുടെ ഉഗ്രകോപം പിൻവലിച്ചു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. അങ്ങയുടെ രോഷം പിൻവലിക്കണമേ. എന്നേക്കും അങ്ങ് ഞങ്ങളോട് കോപിക്കരുതേ. തലമുറകളോളം അങ്ങയുടെ കോപം നിലനിർത്തരുതേ. അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ. കർത്താവായ ദൈവത്തിന്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ. തന്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു. ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവിടുത്തെ രക്ഷ സമീപസ്ഥമാണ്. ദൈവമഹത്വം ദേശത്ത് നിലനിൽക്കും. കൃപയും സത്യവും കണ്ടുമുട്ടും. നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. ആകാശത്ത് നിന്ന് നീതി കടാക്ഷിക്കും. കർത്താവ് തന്റെ നന്മകൾ പ്രദാനം ചെയ്യും. ഭൂമി അതിന്റെ വിളവ് നൽകും. നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും. അവന്റെ പാതകൾ ഭൂമിയിൽ ക്രമപ്പെടുത്തും. കർത്താവേ, ചെവി ചായ്ക്കണമേ. എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അഗതിയും നിസ്സഹായനുമാകുന്നു. അങ്ങ് നല്ലവനാകുന്നുവല്ലോ. എന്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ ദാസനെ രക്ഷിക്കണമേ. എന്റെ പ്രത്യാശ അങ്ങിലാണല്ലോ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്നെന്നും ഞാൻ അങ്ങയെ വിളിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ.
എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നല്ലവനാണല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കൃപാവരം സമൃദ്ധമാണ്. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. ഞെരുക്കകാലത്ത് ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരമരുളി. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അങ്ങയുടെ പ്രവൃത്തികൾ അതുല്യമാണല്ലോ. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജനതകളും അങ്ങയെ ആരാധിക്കും, അങ്ങയുടെ നാമം സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വലിയവനാകുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങ് മാത്രമാകുന്നു ദൈവം. കർത്താവേ, അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ. സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ. തിരുനാമത്തെ ഭയപ്പെടുന്നവരിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമമെന്നും സ്തുതിക്കും. അങ്ങയുടെ കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു. സിയോനിൽ നിന്ന് അങ്ങ് എന്നെ വീണ്ടെടുത്തു. ദൈവമേ, ദുഷ്ടന്മാർ എനിക്കെതിരായി നിരന്നു. ശക്തരുടെ സമൂഹം എന്റെ ജീവനെ തേടി, അങ്ങേ അവർ ഓർത്തില്ല. കർത്താവായ ദൈവമേ, അങ്ങ് കാരുണ്യവാനും ദയാനിധിയും ശാന്തശീലനുമാണ്. അങ്ങിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, എന്നിലേക്ക് തിരിയണമേ. എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ ദാസന് ശക്തി നൽകണമേ. ദാസിയുടെ പുത്രനെ സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നന്മയുടെ അടയാളം അങ്ങ് എന്നിൽ പതിക്കണമേ. എന്റെ വിരോധികൾ അത് കണ്ട് ലജ്ജിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായേ, നീ അനുതാപികളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കൈത്താക്കാലം 1-ാം ഞായർ. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. രക്ഷകനീശോ മിശിഹായേ, നിൻ സ്നേഹിതരാകും സ്ലീഹർ പാവന റൂഹായ ശക്തി ധരിച്ചു വിശ്രുതി നേടി മണ്ണിനെ മുഴുവൻ നേർവഴി ചേർത്തു സാമോദം. സത്യജ്ഞാനം ഘോഷിച്ചവരെ ധരയെ ദൈവോന്മുഖമാക്കി വിശ്വാസത്തിൻ പ്രതിഫലമായി ദൈവികമാം നിൻ ഗേഹത്തിൽ ശാശ്വത ജീവനും അക്ഷയമാം മോദവുമേകിടുമെന്നോതി നാഥ നിൻ പ്രിയ സ്ലീഹന്മാർ മർത്യകുലത്തിനു നൽകുന്നു ദൃഢമാം പ്രത്യാശ. ദൈവമായ കർത്താവ് അവിടുന്നാണെന്നറിയുവിൻ. പരിപാവനമാം ത്രിത്വരഹസ്യം തരയിൽ മുഴുവനും ഉദ്ഘോഷിച്ച വിശുദ്ധന്മാർ ജീവിതമാകും പോർക്കളമതിരായി മരണം വരെയും നാഥനു വേണ്ടി പോരാടി. സ്ലീഹന്മാരെ നിങ്ങൾ കനിതര ശക്തി പകർന്നു തിരുനാഥൻ. മാനവനുത്തമ സ്നേഹിതനും കരുണാമയനാം കർത്താവും അവനൊരുവൻ താനെന്നതിനാൽ സതതം പ്രാർത്ഥിച്ചിടണമേ. നാഥൻ കരുണ പൊഴിക്കാനും തിരുമുഖ ദർശനമേകാനും സ്നേഹം ചൊരിയാനും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിണ്ണിലെ ദൂതഗണത്തെ സതതം മാതൃകയാക്കിയ തീഷ്ണതയാർന്ന വിശുദ്ധന്മാർ
നാഥനു പ്രിയരാം സ്ലീഹന്മാരാണവരുടെ ഓർമ്മകൾ ആമോദിക്കാം ഈ നാളിൽ. പരിപാവനനാം റൂഹായാലെ പ്രബലത നേടിയ സ്ലീഹന്മാർ ദുഷ്ടപിശാചിനെ വിജയിച്ചു, ദൂഷകനിരയെ തോൽപ്പിച്ചു. ശ്ലൈഹിക വൃന്ദം പ്രാർത്ഥനയാൽ തുണയേകാനായി അർത്ഥിക്കാം. നാഥൻ കരുണ ചൊരിഞ്ഞിടാൻ യാചന ചെയ്തിടും അവരല്ലോ നമ്മുടെ മധ്യസ്ഥർ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമം എന്നെന്നും പ്രകീർത്തിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമം എന്നെന്നും പ്രകീർത്തിക്കും. അനുദിനം ഞാൻ അങ്ങയെ വാഴ്ത്തും. അങ്ങയുടെ നാമം എന്നേക്കും പുകഴ്ത്തും. നമ്മുടെ കർത്താവ് വലിയവനാകുന്നു, അത്യന്തം സ്തുത്യർഹനാകുന്നു. അവിടുത്തെ മഹത്വം നിസ്സീമമാകുന്നു. തലമുറ തലമുറയോട് അങ്ങയുടെ ചെയ്തികൾ അറിയിക്കും. അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തും. ഭീതിതമായ ശക്തി അവർ പ്രഘോഷിക്കും. അങ്ങ് ചെയ്ത വൻകാര്യങ്ങൾ വിവരിക്കും. അങ്ങയുടെ മഹത്വം പ്രകീർത്തിക്കും. അങ്ങയുടെ കൃപാതിരേകത്തിന്റെ സ്മരണ നീതിനിഷ്ഠർ അന്വേഷിക്കും. അവർ അത് കണ്ടെത്തുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭയമൊടുവാതിലടച്ചെന്നാൾ മുറി തന്നുള്ളിലിരുന്നവരിൽ ധൈര്യമുണർത്തിയ കർത്താവേ, ആരാ
ആരാധിച്ചു പുകഴ്ത്തുന്നു. സാത്താനെതിരാം സമരത്തിൽ തൻ പ്രിയ സ്ലീഹർ കനവരതം ശക്തി പകർന്നവനീശോയെ സ്തുത്യർഹൻ നീ ആരാധ്യൻ. സ്ലീഹന്മാർ വഴി സുവിശേഷ സകല ജനത്തിനുമേകിയ നീ അവരുടെ കീർത്തിയുമെന്നാളും നാനാദിക്കിലുയർത്തുന്നു. അഗതികളിൽ പരിയാകുലരിൽ തുണതൻ അരുവികൾ ഒരുക്കിയിടാൻ ഉന്നത നിസ്തുലദാനം നീ നൽകിയവർക്കായി കനിവോടെ. സുതനാം നിന്നുടെ സ്നേഹിതരാം സ്നേഹന്മാർ തന്നോർമദിനം നീതി നിറഞ്ഞവരെല്ലാരും സ്തുതിഗീതികളാൽ ഘോഷിപ്പൂ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി ഉയരട്ടെ ആദി മുതൽക്കിന്നതുപോലെ. ആമേൻ ആമേൻ അനവരതം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വംശത്തിൽ നിന്ന് ധീഷ്ണമതികളായ 12 സ്ലീഹന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി തിരഞ്ഞെടുത്ത കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ശ്ലീഹന്മാരുടെ മേൽ വർഷിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി സകല ജനതകളുടെയും ഇടയിൽ നിന്റെ പ്രഘോഷകരെ ശക്തിപ്പെടുത്തുകയും ചെയ്ത കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആരാധ്യമായ ത്രിത്വത്തെക്കുറിച്ചും അവിടുത്തെ മഹനീയമായ രഹസ്യങ്ങളെക്കുറിച്ച് നിന്റെ സ്നേഹത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈ ലോകത്തെയും അതിൻ്റെ സന്തോഷങ്ങളെയും നിസ്സാരമായി കണക്കാക്കാൻ വിശുദ്ധ സ്ലീഹന്മാർക്ക് ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണത നൽകിയ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡനങ്ങൾക്ക് മുമ്പിൽ ധീരതയോടെ നിലകൊള്ളാനും ലോകത്തിൽ നിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും ആഴമായ വിശ്വാസം സ്ലീഹന്മാർക്കു നൽകിയ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഹായകനായ പരിശുദ്ധ റൂഹായെ സ്ലീഹന്മാർക്ക് നൽകി അവരെ ആശ്വസിപ്പിച്ച മിശിഹായെ ഞങ്ങളുടെ മനസ്സിനെ നിന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കരുണയും ദയയും വർഷിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ